22. A square plus B square is equal to 1. M square plus N square is equal to 1. ഇങ്ങനെ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷനാണ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുക എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. So A square plus B square is equal to 1 means AB is a point on the circle. AB is on the circle. X square plus Y square is equal to 1. X square plus Y square equal to 1 എന്ന് പറയുന്ന സർക്കിളിന്റെ മുകളിലുള്ള ഒരു പോയിന്റ് ആണ് AB. അപ്പോൾ AB എന്ന് പറയുന്ന പോയിന്റ് അവിടെ ഇട്ട് കൊടുത്താൽ A square plus B square equal to 1 കിട്ടും. അടുത്ത എന്താണ്? M square plus N square is equal to 1. That means M, N is a point on the circle x square plus y square is equal to 1. ഇത് രണ്ടും M square plus N square is equal to 1 എന്ന് പറയുന്ന സർക്കിളിന്റെ മുകളിലുള്ള പോയിന്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? Let us consider this unit circle. Unit circle means a circle with 1 unit radius. So the center is 0, 0 and the radius 1. അപ്പോൾ ഇവിടെ എവിടെയാണ് A, B എന്ന് പറയുന്ന പോയിന്റ് ഉള്ളത്. And somewhere here is the point M, N. And this is the distance. Here it is 1. ഇതൊക്കെ റേഡിയസ് ആണ്. ഇത് 1, ഇതും 1. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 sin of theta by 2. ഈ AB എന്ന് പറയുന്ന പോയിന്റും MN എന്ന് പറയുന്ന പോയിന്റിന് ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ എങ്കിൽ ദിസ് ലെങ്ത് ഈസ് 2 sin theta by 2. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഇവിടെ ഒരു ആൻസർ പറയാൻ പറ്റും? ഓക്കെ സ്റ്റുഡൻസ്, ഈ മെത്തേഡിന്റെ ചെറിയൊരു കുഴപ്പം എന്ന് പറയുന്നത് ഇതിൽ ഒന്നുകിൽ MN അല്ലെങ്കിൽ AB മാത്രം ഇൻവോൾവ് ആയിട്ടുള്ള ഓപ്ഷൻസിനെ മാത്രമേ നമുക്ക് ഈ മെത്തേഡിൽ ഇവിടെ sin theta by 2ന്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ -1 and 1 ആണ്. അപ്പോൾ മോഡുലസ് എടുത്തുകൊണ്ട് sin of theta by 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അങ്ങനെ ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ AB അല്ലെങ്കിൽ MN മാത്രം ഇൻവോൾവ് ആയിട്ടാവും. ഇവിടുത്തെ ഓപ്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ AM plus BN, AM plus BN, AM minus BN, AM minus BN ഇങ്ങനെയൊക്കെ Aയും Bയും Mഉം Nഉം ഈ രണ്ട് പെയർ എല്ലാ കോർഡിനേറ്റ്സും കൂടി ഒരുമിച്ച് ഇൻവോൾവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡിലേക്ക് പോവാണ്. സോ കൺസിഡർ ദിസ് പോയിന്റ് AB somewhere here on the circle. So this is a unit circle, center at origin. Unit circle means radius of 1 unit. പിന്നെ MN എന്ന് പറയുന്ന പോയിന്റ് എവിടെ വേണമെങ്കിലും ആവും. MN is anywhere on the circumference. അത് ഈ രണ്ട് ഡാറ്റ നമ്മളോട് ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയേണ്ടത്. AB and MN are the points on the circle x square plus y square is equal to 1. അല്ലെങ്കിൽ AB and MN are the points on the unit circle center at origin. അങ്ങനെ എന്തെങ്കിലും പറയുന്നതിന് പകരം വളരെ സബ്റ്റിലായിട്ട് ഇവിടെ സർക്കിൾ എന്നുള്ള കാര്യം ഒന്നും പറയാതെ A square plus B square equal to 1, M square plus N square is equal to 1 എന്ന് മാത്രം തരികയാണ്. ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോൾ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുകയാണ്, അതിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് അറിഞ്ഞുകൊണ്ട് സർക്കിൾസിലെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് സർക്കിൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ നമുക്ക് പെട്ടെന്ന് ആലോചിക്കുന്നത്. സർക്കിൾ എന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നാത്തത് അതുകൊണ്ടാണ്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു റാൻഡം ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വരുന്ന സമയത്ത് ഇത് എന്തെങ്കിലും ഒരു അൾജിബ്രിക് പ്രോബ്ലം ആണെന്നോ എന്തെങ്കിലും വെറുതെ രണ്ട് ഇക്വേഷൻസ് പ്രത്യേകിച്ച് ചാപ്റ്റർ ഒന്നും ഇല്ലാതെ വെറുതെ രണ്ട് ഇക്വേഷൻസ് തന്നിട്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ള നോമറിക്കൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ബൈനോമിയൽ തിയറം അങ്ങനെ എന്തെങ്കിലും സംഗതിയാണോ എന്നാണ് നമ്മൾ പെട്ടെന്ന് സംശയിക്കുക. ബട്ട് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ആക്ച്വലി ഫ്രം ദ സർക്കിൾസ്. ഇത് ജോമെട്രിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഫ് വി ഡ്രോ എ ടാൻജന്റ് ഹിയർ, ഈ AB എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ഇങ്ങനെ ഒരു ടാൻജന്റ് വരിക. ടാൻജന്റ് കിട്ടാൻ വലിയ പണിയൊന്നുമില്ല. ടാൻജന്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ ഇക്വേഷൻ T is equal to 0 because AB is the point on the circle. സർക്കിളിന്റെ മുകളിലുള്ള പോയിന്റിൽ T equal to 0 കൊടുത്ത ടാൻജന്റ് ആണ് കിട്ടുക. ഈ ടാൻജന്റിൽ ഈ സർക്കിളിന്റെ സെന്റർ ആയിട്ടുള്ള 0, 0യും MNഉം ഒരേ സൈഡിലാണ്. അങ്ങനെ ഒരേ സൈഡിലാണെങ്കിൽ ഈ രണ്ട് പോയിന്റും 0, 0 എന്ന് പറയുന്ന ഈ ടാൻജന്റ് T equal to 0 കൊടുക്കുമ്പോൾ ഈ ടാൻജന്റ് കിട്ടുമല്ലോ. ആ ടാൻജന്റിൽ ഈ 0, 0 കൊടുത്താലും MN കൊടുത്താലും ഒരേ സൈൻ ആയിരിക്കും. എയ്തർ ബോത്ത് പോസിറ്റീവ് ഓർ ബോത്ത് നെഗറ്റീവ്. ഇതാണ് കാര്യം. ഇത്രയേ ഉള്ളൂ. സോ ഫോർ എവറി ടാൻജന്റ്, ഈ AB എന്ന് പറയുന്ന പോയിന്റ് MN എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണെങ്കിലും സർക്കിളിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് എവറി പോയിന്റ് ആൻഡ് സെന്റർ of a circle, every point on the circle and center are at the same side of any tangent on the circle. ആ സർക്കിളിന്റെ ഏതൊരു ടാൻജന്റ് വരച്ചാലും ആ ടാൻജന്റിനെ വിത്ത് റെസ്പെക്ട് ടു അബൌട്ട് ദാറ്റ് ടാൻജന്റ് നിങ്ങൾ നോക്കുമ്പോൾ എവറി പോയിന്റ് ഓൺ ദ സർക്കംഫറൻസ് ആൻഡ് സെന്റർ ആർ ഓൺ ദി സെയിം സൈഡ് ഓഫ് ദാറ്റ് ലൈൻ. അങ്ങനെ ഒരു ലൈനിൻ്റെ ഒരേ സൈഡിൽ വരുമ്പോൾ ആ പോയിന്റുകളൊക്കെ ലൈനിൽ കൊടുക്കുമ്പോൾ ഒരേ സൈനാണ് നമുക്ക് കിട്ടുന്നത്. ഒന്നുകിൽ എല്ലാം പോസിറ്റീവ് അല്ലെങ്കിൽ എല്ലാം നെഗറ്റീവ്, അങ്ങനെയാണ് കിട്ടേണ്ടത്. യെസ്, അത്രേ ഉള്ളൂ. അതൊക്കെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസിന് പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. ഒരു ലൈനും ഒരു രണ്ട് പോയിന്റും ഉണ്ടെങ്കിൽ ഇത് രണ്ടും ഒരേ സൈഡിലാണെങ്കിൽ ഇത് രണ്ടും കൊടുത്തു നോക്കുമ്പോൾ ഒരേ സൈൻ കിട്ടും. ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ഒരെണ്ണം പോസിറ്റീവും മറ്റേത് നെഗറ്റീവും കിട്ടും. ദാറ്റ് ഇസ് തിയറി ഫ്രം സ്ട്രെയിറ്റ് ലൈൻസ്. അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. Then what is the equation of tangent? The equation of circle is x square plus y square is equal to 1 and the tangent is t is equal to 0 അഥവാ ax plus by minus 1 is equal to 0. ഇനി നമ്മൾ ഒറിജിൻ 0, 0 കൊടുത്താലും because that is the center of the circle. സർക്കിളിന്റെ മുകളിൽ വേറെ ഏതൊരു പോയിന്റ് MN കൊടുത്താലും ഒരേ സൈനാണ് കിട്ടേണ്ടത്. So put x equal to 0. x equal to 0 കൊടുത്താൽ t of 0, 0 sorry put x equal to 0, y equal to 0.
സോ ടി ഓഫ് 0 0 ഇസ് ഈക്വൽ ടു -1. അപ്പോൾ അത് നെഗറ്റീവ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് mn കൊടുക്കുമ്പോഴും നെഗറ്റീവ് തന്നെ കിട്ടണം. സോ പുട്ട് x ഈക്വൽ ടു m ആൻഡ് y ഇസ് ഈക്വൽ ടു n. അത് നമ്മൾ ഈ ലൈനിൻ്റെ ഇക്വേഷനിൽ ടാൻജൻറ്റിൻ്റെ ഇക്വേഷനിൽ നമ്മൾ കൊടുത്തു നോക്കി. ടി ഈക്വൽ ടു 0 ആണത് ആക്ച്വലി കേട്ടോ. ടി ഈക്വൽ ടു 0 സച്ച് ദാറ്റ് ax + by - 1 ഇസ് ഈക്വൽ ടു 0. അതിൽ ഒറിജിൻ കൊടുത്തപ്പോൾ അഥവാ സെൻറ്റർ ഓഫ് ദ സർക്കിൾ കൊടുത്തപ്പോൾ -1 ഒരു നെഗറ്റീവ് നമ്പർ കിട്ടി. ഇനി mn എന്ന് പറയുന്ന ആ സർക്കിളിന് മുകളിലുള്ള വേറൊരു പോയിന്റ് കൊടുത്താലും നെഗറ്റീവ് തന്നെ കിട്ടണം. സോ ലെറ്റ് us substitute here. So we get am plus bn -1 that is also less than 0. അതുകൊണ്ട് ഈ മൈനസ് നമുക്ക് അങ്ങോട്ടേക്ക് എടുക്കാം. സോ am plus bn is less than 1. നമ്മൾ മോഡുലസും കൂടെ എടുക്കുകയാണെങ്കിലും മോഡുലസ് ഓഫ് am plus bn is less than 1. Okay, so I think now the concept is clear. Less than n alla, less than 1. Okay, am plus bn is less than 1, therefore modulus of am plus bn. ഇത് ലെസ് ദാൻ 0 പറയാനുള്ള കാരണം ഇത് നെഗറ്റീവ് ആണ്. ടി ഓഫ് 0 0 സെൻറ്റർ കൊടുക്കുന്ന സമയം സെൻറ്റർ ഓഫ് ദ സർക്കിൾ കൊടുത്തപ്പോൾ നെഗറ്റീവ് നമ്പർ -1 ആണ് കിട്ടിയത്. ഇനി ആ സർക്കിളിന് മുകളിൽ ഏത് പോയിന്റ് കൊടുത്താലും നെഗറ്റീവ് തന്നെ കിട്ടണം. അപ്പോൾ -1 അങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ +1 ആവും, മോഡുലസ് എടുക്കും, അങ്ങനെ തന്നെ. ഓക്കെ, സോ ലെറ്റ് us see the options. am plus bn less than 1. Mod of am plus bn less than or equal to 1. Okay, so this is the correct key, option 1. Okay, now let's go to next question. Question number 23. A line segment through the point P cuts the given circle in 2 points A and B. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അതൊരു ലൈൻ സെഗ്മെന്റ് ഒരു സർക്കിളിനെ 2 പോയിന്റുകൾ. എ ലൈൻ സെഗ്മെന്റ് ത്രൂ എ പോയിന്റ് P cuts a given circle at 2 points A and B. ഇവിടെ എവിടെയാണ് പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവുക. ആ പിയിലൂടെ നീട്ടി വരച്ച സമയത്ത് ഈ സർക്കിളിന് 2 പോയിന്റുകൾ എ ആൻഡ് ബിയിൽ കട്ട് ചെയ്തു എന്ന് വെച്ചാൽ ലൈൻ സെഗ്മെന്റ് ഈസ് ദ കോഡ് ഓഫ് ദ സർക്കിൾ സച്ച് ദാറ്റ് PA is equal to 16 and PB is equal to 9. PA is equal to 16 and PB is equal to 9. അപ്പോൾ തിരിച്ചായിരിക്കും, ഇവിടെ ആയിരിക്കും പി ഉണ്ടാവുക. ഓക്കെ, സോ PA is 16 and PB is equal to 9. Find the length of tangent from points to the circle. From points to the circle. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന ടാൻജന്റിന്റെ ലെങ്ത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ 10ാം ക്ലാസ്സിൽ പണ്ട് ഈ ടെക്നിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു എക്സ്റ്റേണൽ പോയിന്റ് പി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുകയാണ്. ദിസ് ഇസ് ദ പോയിന്റ് എ, ദിസ് ഇസ് ദ ലൈൻ സെഗ്മെന്റ് എ ബി ആൻഡ് ദിസ് ഇസ് അനദർ കോഡ് സി ഡി. ദെൻ പി എ ഇൻറ്റു പി ബി വിൽ ബി ഡെഫിനറ്റ്ലി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇത് സർക്കിൾസിലെ ഒരു പ്രോപ്പർട്ടീസ് ആണ്. ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. 10th സ്റ്റാൻഡേർഡിൽ പഠിക്കാനുള്ളതാണ്. നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. പിന്നീട് അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇഫ് വൺ ഓഫ് ദി കോഡ് ഈസ് ദ ടാൻജന്റ്, ഏതെങ്കിലും ഒരു ടാൻജന്റ്, ഇതിൽ ഏതെങ്കിലും ഒരു കോഡ് ടാൻജന്റ് ആയി പോയാൽ, അതായത് ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുക, ഇവിടെ ടച്ച് ചെയ്യുന്നില്ല, ഇവിടെ ഇങ്ങനെ കയറി പോവാണ്. സോ ദിസ് ഇസ് പി എ ബി സി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് പി എ ഇൻറ്റു പി ബി. ദിസ് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. അതുപോലത്തെ ഒരു സിനാരിയോ ആണത്. പി എ ബി ഇൻറ്റു പി എ ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. ഇവിടുത്തെ ലെങ്ത് ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത് പി സി സ്ക്വയർ ആണ്. So PC square is equal to PA into PB, and in question it is given that PA is 16 and PB is 9. So 16 into 9. So the length of tangent PC is equal to root of 16 into 9. 16 root to 4 ആണ്, 9 root to 3 ആണ്. So 4 into 3, 12 units. So length of tangents is equal to 12. We can see 12 in option 3. അപ്പോൾ വളരെ സിമ്പിളാണ്. ഈ തിയറി ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആവശ്യമില്ലാത്തതാണ്. പക്ഷേ ഇതും പഠിച്ചു വെക്കുക. ഇനിയിപ്പോൾ എക്സാമിന് ചെല്ലുന്ന സമയത്ത് ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ ഇതുപോലെ ഒരു എക്സ്റ്റേണൽ പോയിന്റ് പി ഉണ്ട്, എന്നിട്ട് 2 കോഡുകളുടെ ലെങ്ത് പി എ പി ബി ഒക്കെ തന്നു, പി സിയും കൂടെ തന്നു, എന്നിട്ട് പി ഡി എത്രയാണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ സി ഡി എത്രയാണെന്ന് ചോദിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് അഡ്രസ് ചെയ്യാം. അപ്പോൾ ഒരു എക്സ്റ്റേണൽ പോയിന്റ് പിയിൽ നിന്ന് 2 കോഡുകൾ വരച്ചാൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഒരു കോഡും ഒരു ടാൻജന്റ് വരച്ചാൽ പി എ ഇൻറ്റു, ഇവിടെ 2 പോയിന്റ് ഇല്ല, ഒറ്റ ലെങ്തേ ഉള്ളൂ. സോ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. വെറുതെ പി സി എഴുതി വെക്കരുത്, അത് ഒരു ലൈനേ ഉള്ളെങ്കിൽ അതിനെ നമ്മൾ സ്ക്വയർ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് അത് രണ്ടെണ്ണാവുന്നത്. Okay, now let us go to next question. The length of tangent drawn from the point 2, 3 to the circle, 2 into x square plus y square minus 7x plus 9y minus 11 is equal to 0. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഹിയർ ദ കോഎഫിഷ്യൻസ് ഓഫ് എക്സ് സ്ക്വയർ ആൻഡ് വൈ സ്ക്വയർ നോട്ട് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ദ ബേസിക് റിക്വയർമെന്റ് ഫോർ ദ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ ഇക്വേഷൻ സ്റ്റാൻഡർഡൈസ്ഡ് ആവണമെങ്കിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ തിയറികളും അപ്ലൈ ചെയ്യണം. നമ്മൾ മൊത്തം കാര്യങ്ങൾ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കോഡ് ഓഫ് കോൺടാക്ട് ആണെങ്കിലും ടാൻജന്റ് ആണെങ്കിലും കോമൺ കോഡ് ആണെങ്കിലും വട്ട് വി ഹാവ് ടു കീപ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. അത് 1 അല്ലെങ്കിലും അത് സർക്കിൾ തന്നെയാണ്, ബട്ട് നോട്ട് ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം. സ്റ്റാൻഡേർഡ് ഫോമിൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഇപ്പോൾ സെൻറ്ററിൻ്റെ ഫോമുല -d, -f, റേഡിയസിൻ്റെ ഫോമുല √g² + f² - c, എക്സ് ഇന്റർസെപ്റ്റിൻ്റെ ഫോമുല 2 √g² - c, y ഇന്റർസെപ്റ്റ് 2 √f² - c. ഈ വക ഒരു ഫോമുലകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല unless the
ഇക്വേഷൻ ഈസ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം. എക്സ് സ്ക്വയറിന് വൈ സ്ക്വയറിന് കോഎഫിഷ്യന്റ് 1 ആയിട്ട് കീപ്പ് ചെയ്തില്ല. അപ്പോൾ ആദ്യം തന്നെ അത് അങ്ങോട്ട് കീപ്പ് ചെയ്യുക. So 2 into x square plus y square minus 7x plus 9y minus 11 is equal to 0. We can divide this 2 in order to keep the equation of circle into standard form. So we get x square plus y square minus 7 by 2x plus 9 by 2y minus 11 by 2 is equal to 0 is the equation of circle in the standard form. The length of tangent is drawn from the point 2, 3. എന്ന് വെച്ചാൽ ഒരു എക്സ്റ്റേണൽ പോയിന്റ് ആണ്. അതിനകത്ത് കൊടുത്തു നോക്കി കഴിഞ്ഞാൽ പോസിറ്റീവ് ആണ് കിട്ടുക. അപ്പോൾ ഒരു പുറത്തുള്ള പോയിന്റ് ആണ്. പുറത്തെ പോയിന്റിൽ നിന്ന് ലെങ്ത് ഓഫ് ടാൻജന്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ഓഫ് S1 ഈസ് ദ ലെങ്ത് ഓഫ് ടാൻജന്റ്. ഒക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചതാണ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു സർക്കിൾ ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഹിയർ ഇറ്റ്സ് എ പോയിന്റ് x1, y1. അതിനെ നമുക്കൊരു p എന്ന് വിളിക്കാം. അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരക്കുന്ന ഇതിന്റെ സ്ക്വയർ ഈ ലെങ്ത് d ആണെങ്കിൽ d സ്ക്വയർ ഇസ് ഈക്വൽ ടു S1 ആണ്. സോ ലെങ്ത് ഓഫ് ടാൻജന്റ് d ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് S1. അപ്പോൾ പോയിന്റ് ഇതിൽ കൊടുക്കുക, സ്ക്വയർ റൂട്ട് എടുക്കുക, അത്രേ ഇതിൽ പണി ഉണ്ടാവുള്ളൂ. സോ പുട്ട് x ഈക്വൽ ടു 2 ആൻഡ് y ഈക്വൽ ടു 3. x ഈക്വൽ ടു 2 ആൻഡ് y ഇസ് ഈക്വൽ ടു 3. So d square, length of tangent square is equal to 2 square is 4, 3 square is 9, minus 7 by 2 into 2 is 7, plus 9 by 2 into 3 is plus 27 by 2 minus 11 by 2. So 27 by 2 minus 11 by 2 is 16 by 2. 16 by 2 is 8. So 4 plus 9 minus 7 plus 8. This is equal to 4 plus 9 is 13. 13 minus 7 is 6. 6 plus 8 is 14. That is square of the length of tangent and d is equal to square root of 14. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്, വേറെ ഒന്നുമില്ല. ഒരു സർക്കിളിന്റെ എക്സ്റ്റേണലി നിൽക്കുന്ന പുറത്ത് നിൽക്കുന്ന ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ അത് അതിനകത്ത് ആ പോയിന്റ് എടുത്ത് സർക്കിളിൽ കൊടുത്താൽ ഡി സ്ക്വയർ അഥവാ ലെങ്ത് ഓഫ് ടാൻജന്റ് സ്ക്വയർ ആണ് കിട്ടുക. അതിന്റെ റൂട്ട് എടുത്താൽ ലെങ്ത് ഓഫ് ടാൻജന്റ് കിട്ടും. ഈ ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി, നേരിട്ട് അപ്ലൈ ചെയ്യാം. ആൻഡ് വി ക്യാൻ സി സ്ക്വയർ റൂട്ട് ഓഫ് 14 in option number 3. Okay, now let's go to next question. Question number 25. The code of conduct of the pair of tangents drawn from each point on the circle 2x plus y is equal to 4 to the circle x square plus y square is equal to 1 passes through the point. എന്താ പറയുന്നത്? കോഡ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദ പെയർ ഓഫ് ടാൻജൻസ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു എക്സ്റ്റേണൽ പോയിന്റ് ഉണ്ട്. ആ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് നമ്മൾ സർക്കിളിലേക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? 2 ടാൻജന്റുകൾ വരയ്ക്കാൻ പറ്റും. ആ ടാൻജന്റുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന കോഡിനെയാണ് നമ്മൾ കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് വിളിക്കുക. So you can consider any point on this line 2x plus y is equal to 4 ന്റെ മുകളിലുള്ള ഏതൊരു എക്സ്റ്റേണൽ പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം. ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന കോഡ് ഓഫ് കോണ്ടാക്ട് നിർബന്ധമായും ഏത് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നത് വെച്ചാൽ ദാറ്റ് ഇസ് എ ഫാമിലി ഓഫ് കൺകറന്റ് ലൈൻ. ഫാമിലി ഓഫ് കൺകറന്റ് ലൈൻസ് ആണ് കിട്ടുക. ആ കൺകറൻസി എവിടെയാണ്? അല്ലെങ്കിൽ 2 ലൈനുകൾ എടുത്ത് സോൾവ് ചെയ്യാം. അതായത് ഇപ്പോൾ 2x plus y is equal to 4 എന്ന് പറയുന്ന ലൈൻ ഇങ്ങനെ പോകുന്നുണ്ടാവും. 2x plus y is equal to 4 എന്ന് പറയുന്ന ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ടാവും. ആ ലൈനിൻ്റെ മുകളിൽ ഇൻഫൈനറ്റ്ലി മെനി പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് രണ്ടാമതൊരു പോയിന്റ് എടുത്തുകൊണ്ട് അതിൽ നിന്നും നമ്മളിങ്ങനെ കോഡ് ഓഫ് കോണ്ടാക്ട് വരയ്ക്കുക. അതിൽ നിന്നും 2 ടാൻജന്റ് വരയ്ക്കുക. അപ്പോൾ അതിന് ഇങ്ങനെ കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാവും. വരച്ചത് കറക്റ്റ് ആയില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാവും. ആ കോഡ് ഓഫ് കോണ്ടാക്റ്റും ഈ ആദ്യം വരച്ച കോഡ് ഓഫ് കോണ്ടാക്റ്റും എല്ലാം പാസ് ചെയ്യുന്ന ഒരു പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ചെയ്യണമെന്നുണ്ട്, ഏറ്റവും ലളിതമായിട്ട് ചിന്തിക്കണമെങ്കിൽ 2x plus y is equal to 4 എന്ന് പറയുന്ന ലൈനിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള 2 പോയിന്റുകൾ എടുക്കുക. ഉദാഹരണത്തിന് എക്സിന് 0 കൊടുത്താൽ y എന്താണെന്ന് കിട്ടും, വൈക്ക് 0 കൊടുത്താൽ എക്സ് എന്താണെന്ന് കിട്ടും. അങ്ങനെ 2 പോയിന്റ് എടുക്കുക. ആ 2 പോയിന്റുകളിൽ നിന്നുമുള്ള കോഡ് ഓഫ് കോണ്ടാക്ട് കിട്ടാൻ t is equal to 0 കൊടുത്താൽ മതി. ബിക്കോസ് ഓൾ ദോസ് പോയിന്റ്സ് ആർ എക്സ്റ്റേണൽ ടു ദ സർക്കിൾ x square plus y square is equal to 1. ആ 2 കോഡ് ഓഫ് കോണ്ടാക്റ്റുകളും കൂടി അപ്പോൾ t equal to 0 കൊടുക്കും കോഡ് ഓഫ് കോണ്ടാക്ട്. നേരത്തെ t equal to 0 ടാൻജന്റ് ആണ് കിട്ടിയത്, അത് പോയിന്റ് ഓൺ ദ സർക്കിൾ ആയതുകൊണ്ടാണ്. ഇത് രണ്ടും എക്സ്റ്റേണൽ പോയിന്റ്സ് ആയിരിക്കും, അത് എടുക്കുക. അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. നൗ വാട്ട് ഈസ് എ ബെറ്റർ ടെക്നിക്? കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? വാട്ട് വി ക്യാൻ ഡു ഹിയർ? അതൊരു സിമ്പിൾ മെത്തേഡ്. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്തു നോക്കാം അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. സോ പുട്ട് x equal to 0, so we get y is equal to 4. So first point is 0, 4. 0, 4 is on this line. 2x plus y is equal to 4. അതുപോലെ നമ്മൾ yക്ക് 0 കൊടുത്താൽ we get 2x is equal to 4 and x equal to 2. So 2, 0 is the second point. Now let us take the code of contact. First code of contact t is equal to 0. അതുപോലെ നമ്മൾ കൊടുക്കുകയാണ് x x1 plus y y1 അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ we get 4y is equal to 1. അഥവാ y is equal to 1/4 is the first code of contact. ഒന്നാമത്തെ code of contact y equal to 1/4 ആണ്. സെക്കൻഡ് code of contact നമ്മളിവിടെ 2, 0 ഉപയോഗിച്ചുകൊണ്ട് t equal to 0 അപ്ലൈ ചെയ്താൽ again t equal to 0 by using 2, 0. സോ ഇവിടെയാണ് x square plus y square equal to 1 എന്ന് പറയുന്ന സർക്കിളിലാണ്. സോ we get 2x plus 0y.
So 0 into y is equal to 1, അഥവാ x equal to 1 by 2. Coordinates കിട്ടിയല്ലോ, x is 1 by 2 and y is 1 by 4. So their point of intersection is 1 by 2, 1 by 4. You can see that in option number 2. That's a very, very easy question. Now let's go to next question. Question 26. Pair of tangents are drawn from every point on the line 3x plus 4y is equal to 12 on the circle x square plus y square is equal to 4. Then the variable chord of contact always passes through a fixed point whose coordinates are. അത് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ അതേ സംഗതി തന്നെയാണ്, അതൊരു വേറെ രീതിയിൽ തിരിച്ച് ചോദിക്കുന്നേ ഉള്ളൂ. Okay students, a pair of tangents are drawn to every point on the circle 3x plus 4y is equal to 12 on the circle x square plus y square is equal to 4. നമുക്കറിയാം x square plus y square is equal to 4 is a circle center at origin and radius 2. x square plus y square equal to r square ഫോമിലാണല്ലോ. Their variable chord of contact always passes through a fixed point whose coordinates are. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അവിടെ ലൈനിൻ്റെ ഇക്വേഷൻ ഒന്ന് മാറ്റി, സർക്കിളിൻ്റെ ഇക്വേഷൻ ഒന്ന് മാറ്റി. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ലൈനിൻ്റെ ഇക്വേഷൻ 2x plus y is equal to 4 ആയിരുന്നു. അതുപോലെ ഇക്വേഷൻ ഓഫ് സർക്കിൾ x square plus y square equal to 1 ആയിരുന്നു. ഇവിടെ 2x plus y is equal to 4 പകരം 4x plus 3x plus 4y is equal to 12, x square plus y square equal to 1 പകരം x square plus y square equal to 4. No other changes. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ ഇതിൻ്റെ മുകളിലുള്ള രണ്ട് പോയിന്റ്സ് നിങ്ങൾക്ക് എടുത്ത് എക്സിന് 0 കൊടുക്കുക, അപ്പോൾ y കിട്ടും, yക്ക് 0 കൊടുത്ത x. അങ്ങനെ രണ്ട് പോയിന്റ് എടുത്ത് രണ്ടിൽ നിന്നും കോഡ് ഓഫ് കോൺടാക്ട് എടുത്താൽ രണ്ട് ലൈൻ കൂടി നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാം. അത് ഒരു മെത്തേഡാണ്. ഇനി അതിൻ്റെ ജനറൽ മെത്തേഡ്, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ജനറൽ മെത്തേഡ് നോക്കിയിട്ടില്ല, ഇവിടെ നമുക്ക് അതിൻ്റെ ജനറൽ മെത്തേഡ് എന്താണെന്ന് നോക്കാം. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, കൺവേർട്ട് ദ ലൈൻ ഇൻ ടു പാരാമെട്രിക് ഫോം. ഇവിടെ ഇക്വേഷൻ ഓഫ് കൺകറന്റ് ലൈൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് രണ്ട് ലൈൻസ് L1 is equal to 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷനും L2 is equal to 0 എന്ന് പറയുന്ന വേറൊരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ L1 plus lambda L2 is equal to 0 is the family of all lines passing through the point of intersection of L1 plus L2. അഥവാ L1 plus lambda L2 is equal to 0 is the family of concurrent lines at the point of intersection of L1 equal to 0 and L2 equal to 0. ആ ഒരു ഫോർമാറ്റിലേക്ക് എത്തിച്ചിട്ട് രണ്ട് ഇൻഡിവിജ്വൽ ലൈൻസിനെ സെപ്പറേറ്റ് ചെയ്ത് രണ്ടും കൂടി സോൾവ് ചെയ്യുകയാണ് നമ്മൾ ഈ കേസിൽ ചെയ്യുക. അപ്പോൾ ഇവിടെ പാരാമെട്രിക് ഫോമിലേക്ക് മാറ്റിയാൽ വി ക്യാൻ ടേക്ക് എക്സിന് നമുക്കൊരു 4 ആൽഫ എന്ന് കൊടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 4 ആൽഫ. അങ്ങനെ കൊടുത്താൽ 4 ആൽഫ അങ്ങോട്ടേക്ക് 4 ആൽഫ ഇൻറ്റു 3 12 ആൽഫ ആകുമ്പോൾ അങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ 12 മൈനസ് 12 ആൽഫ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് 4 ആൽഫ കൊടുക്കുന്നത്. ഇവിടുന്ന് 4 ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ് y is equal to 3 minus 3 alpha. So this is the point, this is the parametric point on the line 3x plus 4y is equal to 12. ഏതാണ് പോയിന്റ്? 4 alpha, 3 minus 3 alpha. ഇങ്ങനെ ഒരു പോയിന്റ് 4 alpha, 3 minus 3 alpha എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ that point will be always on the line 3x plus 4y is equal to 12. ആ ലൈനിന്റെ മുകളിൽ തന്നെ ആയിരിക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പാരാമെട്രിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് അതാണ്. Now let us form the equation of chord of contact. ഇതൊരു എക്സ്റ്റേണൽ പോയിന്റ് ആണ്. 4 alpha, 3 minus 3 alpha is the point of is a point external to this circle. അങ്ങനെ ഒരു എക്സ്റ്റേണൽ പോയിന്റ് കിട്ടുമ്പോൾ നമുക്ക് കോഡ് ഓഫ് കോൺടാക്ട് ഇക്വേഷൻ എടുക്കാൻ t is equal to 0 കൊടുത്താൽ മതി. So let us again take t is equal to 0. t equal to 0 x square over x1, that x1 is 4 alpha, y square over y1 and that y1 is 3 minus 3 alpha. അങ്ങനെ കൊടുത്താൽ മതി. So we get 4 alpha x plus 3 minus 3 alpha into y minus 4 is equal to 0 is the equation of chord of contact. ഇവിടെ നമുക്ക് ആൽഫ വരുന്ന ഒരു ടേമും ആൽഫ ഇല്ലാത്തൊരു ടേമും, അങ്ങനെ ആൽഫ ഉള്ളതും ഇല്ലാത്തതും രണ്ട് രീതിയിൽ സെപ്പറേറ്റ് ചെയ്യാം. സോ വി ഗെറ്റ് 4 alpha x plus 3y minus 3 alpha y minus 4 is equal to 0. Let us combine the terms having alpha. Alpha ഉള്ള ടേംസിനെ സെപ്പറേറ്റ് ചെയ്യുക, ആൽഫ ഇല്ലാത്ത ടേംസിനെ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ആൽഫ ഇല്ലാത്ത ടേംസ് 3y minus 4. This is the first straight line. 3y minus 4 is equal to 0. Plus alpha into ഇവിടുന്ന് ആൽഫ കോമൺ ഫാക്ടർ എടുത്താൽ in 4 alpha x and minus 3 alpha y ആൽഫ കോമൺ ഫാക്ടർ എടുത്താൽ 4x minus 3y is equal to 0. This is the second line. ഇത് ഏത് ഫോമിലാണ്? L1 plus lambda L2 is equal to 0 എന്ന് നേരത്തെ നമ്മൾ ഇതിന്റെ തിയറി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെയാണ് ഇവിടെ ലാംഡയ്ക്ക് പകരം ആൽഫയാണ്, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അവിടെ ലാംഡ എടുത്തിരുന്നത് ഇവിടെ ലാംഡ തന്നെ വന്നേനെ. സോ this is the family of concurrent lines passing through the point of intersection of this line and this line. This is L1 and this is L2. So 3y minus 4 is equal to 0 and y is equal to 4 by 3. Minus 4 അങ്ങോട്ടേക്ക് മാറ്റി 3 ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്താൽ മതി. Now the second line is 4x minus 3y is equal to 0. അവിടെ yക്ക് നമുക്ക് 4 by 3 കൊടുത്താൽ മതി. So put y is equal to 4 by 3. So we get 4x minus 3 into 4 by 3 is 4 is equal to 0 and x is equal to 4 by 4 is 1. So this is the point. X coordinate is 1 and y coordinate is 4 by 3. So the point through which all the chord of contact passes is equal to 1, 4 by 3. Okay, now let us see the options. 1, 4 by 3 is there in option number 4.
Okay, is there any mistake? 4x into 3x minus 4 alpha minus 3y, 3y minus 3 alpha, 3y minus 4 is equal to, that is 4 by 3. When we put it here, yes, 1 comma 4 by 3 is the answer. Okay, now let us go to next question. The locus of midpoint of the chord of the circle x square plus y square is equal to 4. Subtends right angle at origin. So this is the circle. X square plus y square is equal to 4. The locus of midpoint of the chord ആണ്. അത് സെൻറ്ററിൽ റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുന്നത്. ഇത് റേഡിയസ് ആണ് 2 വരും, ഇത് റേഡിയസ് 2 ആണ്. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് 2√2 ആയിരിക്കും. So the coordinates of this point is 2 cos alpha, 2 sin alpha. അപ്പോൾ ഇവിടെ നമ്മൾ cos of theta pi by 2 plus alpha minus 2 sin alpha, 2 sin alpha. So these are the coordinates. ഇത് രണ്ടാണ് പോയിന്റ് വരും. ഇവിടെയുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. സോ cos of 90 degree plus alpha, ആൽഫയും കൂടി റൊട്ടേഷൻ നടക്കുകയാണ്. 90 ഡിഗ്രിയും കൂടി റൊട്ടേഷൻ നടക്കുകയാണ്. സോ cos of alpha will become cos of 90 degree plus alpha. And sin alpha will become sin of 90 degree plus alpha. So cos of 90 degree plus alpha is minus 2 sin alpha and sin of 90 degree plus alpha is 2 cos alpha. So what is the midpoint? Here is the midpoint. അപ്പോൾ മിഡ് പോയിന്റ് ഫോമിൽ നമ്മുടെ കയ്യിൽ രണ്ട് പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റിൻ്റെ മിഡ് പോയിന്റ് അറിയാമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. സോ മിഡ് പോയിന്റിനെ നമുക്ക് സ്ഥിരമായിട്ടൊരു പോയിന്റിൻ്റെ ലോക്കസ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലോക്കസ് കിട്ടേണ്ടുന്ന പോയിന്റിനെ നമ്മൾ ആൽഫ ബീറ്റ എന്ന് വിളിക്കും. എന്നിട്ട് then we convert alpha and beta in terms of the parameter. Here is the parameter is alpha. ഈ കേസിൽ പാരാമീറ്റർ ആയിട്ട് നമ്മൾ ആൽഫയാണ് എടുത്തത്. ആൽഫേൻ്റെ ടൈമിൽ നമ്മൾ ആൽഫേനും ബീറ്റേനും എഴുതും. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടെ ആൽഫക്ക് പകരം തീറ്റ എന്ന് കൊടുക്കുക. കാരണം ഇവിടെ ആൽഫ നമ്മൾ എടുക്കുന്നുണ്ട്. ഇവിടെ മിഡ് പോയിന്റിന് കോർഡിനേറ്റ്സ് ആയിട്ട് ആൽഫ എടുക്കുന്നുണ്ട്. സോ ബെറ്റർ ടേക്ക് ഹിയർ തീറ്റ. സോ 2 cos theta, 2 sin theta is the parametric representation of this equation. X square plus y square equal to 4 ന്റെ parametric form ആണ് x equal to 2 cos theta, y equal to 2 sin theta. So the point is 2 cos theta, 2 sin theta. അവിടുന്ന് 90 ഡിഗ്രി കൂടി റൊട്ടേറ്റ് ചെയ്താൽ theta will become 90 degree plus theta. So cos of 90 degree plus theta is minus of sin theta. അത് ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിക്കുന്നതാണ്. And sin of 90 degree plus theta is cos theta. അപ്പോൾ എല്ലാ പോയിന്റ്സും കിട്ടി. Now the midpoint alpha beta is equal to, we can obtain it by the midpoint formula. So minus sin theta, minus 2 sin theta plus 2 cos theta by 2 is minus sin theta plus cos theta, comma the y coordinate ഇവിടെ മിഡ് പോയിന്റ് എടുത്താൽ 2 cos theta plus 2 sin theta by 2 is cos theta plus sin theta. So this is the ordered pair alpha and beta in terms of theta. Then we can equate alpha and beta separately. I don't know, separate ആയിട്ട് equate ചെയ്യാം. So we get alpha is equal to cos theta minus sin theta and beta is equal to cos theta plus sin theta. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ നമുക്ക് ഇതിനെ പാരാമെട്രിക് ഫോമിൽ നിന്ന് മാറ്റി ഇംപ്ലിസിറ്റ് ഫോമിലേക്ക് മാറ്റാം. ഇവിടെ ആൽഫയും ബീറ്റയും കോർഡിനേറ്റ്സ് ആണ്. ബട്ട് ദർ ഇസ് നോ ഡയറക്റ്റ് കണക്ഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ. ലോക്കസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ് ആണ്. നമ്മൾ ഇത് എഴുതി വരുമ്പോൾ ആൽഫയും ബീറ്റയും പാരാമെട്രിക് ഫോമിലാണ്. അവർ തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഒരിക്കലും ഉണ്ടാവാറില്ല. ആ ഡയറക്റ്റ് കണക്ഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പാരാമീറ്ററിനെ എലിമിനേറ്റ് ചെയ്ത് അവർ തമ്മിലുള്ള ഡയറക്റ്റ് കണക്ഷൻ ഫോം ചെയ്യണം. അതിനാണ് ഇംപ്ലിസിറ്റ് ഫോം ഓഫ് ദി ഇക്വേഷൻ എന്ന് വിളിക്കുക. അത് കഴിഞ്ഞിട്ട് ആൽഫക്ക് പകരം എക്സും ബീറ്റക്ക് പകരം വൈയും കൊടുത്താൽ വി ഗെറ്റ് ദ ഇക്വേഷൻ ഓഫ് ലോക്കസ്. അപ്പോൾ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ആൽഫ സ്ക്വയർ ഈസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് 1 minus 2 sin theta cos theta അഥവാ sin 2 theta. So cos theta minus sin theta whole square is 1 minus sin 2 theta. വേണമെങ്കിൽ അങ്ങനെ ഫോർമുല പഠിച്ചു വെക്കാം. നമ്മൾ a square plus b square minus 2ab തന്നെയാണ്. അതിൽ cos square theta plus sin square theta 1 ആവും. 2 sin theta cos theta sin 2 theta ആവും. Similarly beta square is equal to cos theta plus sin theta whole square is again cos square theta plus sin square theta is 1 plus 2 sin theta cos theta is sin of 2 theta. Now let us add them. Let us add alpha square and beta square. So the minus sin 2 theta and plus sin 2 theta will be cancelled and 1 plus 1 will become 2. So here alpha square plus beta square is equal to 2 is the numerical connection. That is not parametric form. But parametric form is parameter right, the theta is now eliminated. Now you can see only alpha and beta and theta is not there. Okay, now what is the locus? Locus is obtained by replacing alpha by x and beta by y. So the record locus is x square plus y square is equal to 2. It's a circle center at origin and radius root of. Locus എന്താണ്? ലോക്കസിന്റെ രൂപം എന്താണ്? ഇതിന്റെ ഷേപ്പ് എന്താണെന്ന് വെച്ചാൽ സർക്കിൾ എന്നാണ് പറയുന്നത്. ഇതിന്റെ സെന്ററും റേഡിയസ് ഒക്കെ ചോദിച്ചാൽ അതനുസരിച്ച് പോവാം. എനിവേ ഇക്വേഷൻ ഓഫ് ലോക്കസ് ആണെങ്കിൽ x square plus y square equal to 2 എന്ന് തന്നെയാണ് ആൻസർ പറയുന്നത്. So we can see x square plus y square is equal to 2 in option number 3. Okay, ഇനി ഇത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Students, so let's go to question number 28. The locus of the centers of the circle such that the point 2, 3 is the midpoint of the chord 5x plus 2y is equal to 16. ഇത് ആക്ച്വലി നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. And this is the given chord 5x plus 2y is equal to 16. And here is the midpoint
2, 3. ഇനി ഇവിടെ നമ്മൾ മിഡ് പോയിന്റ് ആയിട്ട് വരണമെങ്കിൽ ഈ പോയിന്റ് 2 മൈനസ് ആൽഫ 3 മൈനസ് ബീറ്റ ആൻഡ് ദിസ് പോയിന്റ് ഈസ് 2 പ്ലസ് ആൽഫ 3 പ്ലസ് ബീറ്റ. ഇങ്ങനെ രണ്ട് പോയിന്റുകൾ എടുക്കുക. Now this point is also on this line. ഈ 5x plus 2y plus 16 സാറ്റിസ്ഫൈ ചെയ്യണം. ഈ 2 മൈനസ് ആൽഫ 3 മൈനസ് ബീറ്റ കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യണം. അതുപോലെ 2 പ്ലസ് ആൽഫ 3 പ്ലസ് ബീറ്റ കൊടുത്താലും സാറ്റിസ്ഫൈ ചെയ്യണം. So you will get two equations in alpha and beta. അത് രണ്ടും കൂടി സോൾവ് ചെയ്താൽ you can get these 2 points. ഈ രണ്ട് പോയിന്റുകൾ നമുക്ക് കിട്ടാം. ഇനി സെന്ററിന്റെ പോയിന്റ് പി എന്നെടുക്കാം, ദാറ്റ് ഈസ് എക്സ് കോമ വൈ. ആ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്താലും റേഡിയസ് ആണ്, ഇങ്ങോട്ടേക്ക് എടുത്താലും റേഡിയസ് ആണ്. അപ്പോൾ ഈ പോയിന്റ് എ ആണെങ്കിൽ ഇത് ബി ആയിരിക്കും. സോ പി എ ഈക്വൽ ടു പി ബി അഥവാ പി എ സ്ക്വയർ ഈക്വൽ ടു പി ബി സ്ക്വയർ എന്ന് എടുത്തിട്ട് ഒരു ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്താൽ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഒക്കെ ക്യാൻസൽ ആയിട്ട് ഒരു ഇക്വേഷൻ ഓഫ് ലൈൻ കിട്ടും. ഇനി ഇതിന്റെ ഷോർട്ട് കട്ട് എളുപ്പത്തിൽ ചെയ്യാവുന്ന മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഫോം ചെയ്യുന്ന എല്ലാ സർക്കിൾസും വിൽ ബി ഓൺ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദിസ് കോഡ്. ഈ കോഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. പെർപെൻഡിക്കുലർ കിട്ടാൻ ഇവിടുന്ന് സ്ലോപ്പ്, ഈ ഗിവൺ ലൈനിന്റെ സ്ലോപ്പ് -5/2 ആണ്. അപ്പോൾ അതിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ എടുത്താൽ 2/5 കിട്ടും. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ മിഡ് പോയിന്റ് വേണം. മിഡ് പോയിന്റ് 2, 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതും മറ്റൊരു കുറച്ചൊരു യൂക്ലിഡിയൻ ജോമെട്രി കൂടി മിക്സ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. സോ ദ സ്ലോപ്പ് ഓഫ് ദ ഗിവൺ ലൈൻ ഇസ് ഈക്വൽ ടു -5/2 ആൻഡ് ദ സ്ലോപ്പ് ഓഫ് റിക്വയർഡ് ലൈൻ എം ഡാഷ് ഇസ് ഈക്വൽ ടു ദ നെഗറ്റീവ് റെസിപ്രോക്കൽ. കാരണം ഈ ലൈനിന്റെ സ്ലോപ്പാണ് -5/2, അതിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആണ് ഈ പെർപെൻഡിക്കുലറിന്റെ സ്ലോപ്പ് വരിക. ആൻഡ് പോയിന്റ് ഇസ് 2, 3 ഇത്രയേ ഉള്ളൂ. അപ്പോൾ പോയിന്റ് സ്ലോപ്പ് 2/5 പോയിന്റ് 2, 3 എടുത്തുകൊണ്ട് എഴുതിയാൽ മതി. സോ ദ ഇക്വേഷൻ ഓഫ് ലൈൻ ബൈ 2 പോയിന്റ് ഫോം y-3 is equal to 2/5 into x minus 2, 3 അല്ലേ. So x minus 2. So let us take this 5 here. So 5y minus 15 is equal to 2x minus not 10, that is 4. Now let us take all values to the RHS. So 2x minus 5y minus 15 out of Jalva plus 15 minus 4 is plus 11 is equal to 0 is the equation of required line. 2x minus 5y plus 11 is equal to 0 is there in option number 1. Okay, now let us go to next question. Question number 29. The number of common tangents to the circle x plus 2 the whole square y minus 2 whole square is equal to 49 and x minus 2 whole square plus y plus 1 whole square is equal to 4. Number of common tangents ചോദിച്ചാൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. തിയറിയിൽ നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. രണ്ട് സർക്കിൾസ് തമ്മിലുള്ള സെന്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. രണ്ട് സെന്റർ C1 C2 കണ്ടുപിടിച്ച് C1 C2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഫസ്റ്റ് സർക്കിളിന്റെ റേഡിയസ് R1 ഉം രണ്ടാമത്തെ സർക്കിളിന്റെ റേഡിയസ് R2. ദിസ് ഇസ് R2 ആൻഡ് ദിസ് ഇസ് R1. R1 plus R2 കണ്ടുപിടിക്കുക. C1 C2 എന്ന് പറയുന്ന സെന്റേഴ്സിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. C1 C2 more than R1 plus R2 ആണെങ്കിൽ circles are separated externally, circles are not touching externally. So number of common tangents will be 4. അവർ externally touch ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ, so C1 C2 is equal to R1 plus R2 ആണെങ്കിൽ they are touching externally, therefore number of tangents will be 3. C1 C2 എന്ന് പറയുന്നത് R1 minus R2 modulus less than C1 C2 less than R1 plus R2 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ circles are intersecting, therefore number of common tangents is equal to 2. അപ്പോൾ number of common tangents എന്ന് പറയുന്നത് വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. You can find only C1 C2 and R1 plus R2, R1 minus R2 ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്താൽ മതി. പോസിബിൾ ആൻസേഴ്സ് എപ്പോഴും 0, 1, 2, 3, 4 ഈ 5 വാല്യൂസ് ആയിരിക്കും. 0, 1, 2, 3 ഇവിടെ ഉണ്ട്, 4 എന്തായാലും ഇല്ല. അപ്പോൾ പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ചെയ്ത് നോക്കുക. സോ ദ ഫസ്റ്റ് സർക്കിൾ ഈസ് x plus 2 whole square plus y minus 2 whole square is equal to 49. Here center at -2, 2. This is your C1 and the radius of the first circle R1 is equal to square root of 49 is simply 7, not 9, 7. Okay, let us consider the second circle. X minus 2 whole square plus y plus 1 whole square is equal to 4. Here the center C2 is at 2, -1 and radius R2 is equal to 2. Now let us find the distance between C1 and C2, that is C1 C2. C1 C2 is equal to, by using distance formula, square root of 4 square plus square root of 3 square is equal to 5. And what is R1 plus R2? R1 plus R2 is equal to 7 plus 2 is equal to 9. And what is R1 minus R2? R1 minus R2 is equal to 7 minus 2 is equal to 5. 7 minus 2 is equal to 5. So what we get? C1 C2 is equal to modulus of R1 minus R2. എന്ന് വെച്ചാൽ സർക്കിൾസ് ആർ ടച്ചിങ് ഇന്റേണലി, സർക്കിൾസ് പരസ്പരം ഇന്റേണലി ടച്ച് ചെയ്യുന്നു. ഒരു സർക്കിൾ ഇവിടെ, ഒരു സർക്കിൾ ഇവിടെ. അപ്പോൾ C1 C2 R1 മൈനസ് R2 ആണ്. സോ നമ്പർ ഓഫ് കോമൺ ടാൻജൻസ് ഇസ് ഈക്വൽ ടു ഓൺലി 1. ഇന്റേണലി ടച്ച് ചെയ്യുമ്പോൾ ഒരൊറ്റ കോമൺ ടാൻജന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ.
So we can have the option 2. There exists only one common tangent. Now let's go to next question. Question 30. Number of common tangents to the circle. Again same question തന്നെയാണ്, പക്ഷേ circles and equation different ആണ്. Again we have to find the centers and radii. Center തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, റേഡിയസ് തമ്മിലുള്ള സമ്മ് ഡിഫറൻസ് എല്ലാം വെച്ച് കമ്പയർ ചെയ്തിട്ട് അവർ ഇന്റേണലി ടച്ച് ചെയ്യുന്നതാണോ എക്സ്റ്റേണലി ടച്ച് ചെയ്യുന്നതാണോ ഇന്റർസെക്ട് ചെയ്യുന്നതാണോ ഇന്റേണലി ടച്ച് ചെയ്യാതിരിക്കുകയാണോ എക്സ്റ്റേണലി ടച്ച് ചെയ്യാതെ കംപ്ലീറ്റ് കാര്യങ്ങൾ അനലൈസ് ചെയ്യുക, എത്ര കോമൺ ടാൻജന്റ് ഉണ്ടെന്ന് അവിടുന്ന് പറയാം. So the first circle is x square plus y square minus 2x. Minus 2x minus 1 is equal to 0. It's a center C1. It's a center C1 at 1, 0 and radius R1 is equal to square root of 1 square plus 1, that is root 2. Then second circle x square plus y square minus 2y minus 7 is equal to 0. Here the center C2 is at 0, 1. First circle center 1, 0, second circle center 0, 1 and radius R2 is equal to square root of 1 square minus 7, that is 8 is equal to 2 root 2. Root 8 is 2 root 2. Now what is the distance between C1 and C2? C1 C2 is equal to 1, 0 0, 1 തമ്മിലുള്ള ഡിസ്റ്റൻസ് root 2 ആണ്. That is again equal to R1 minus R2. So C1 C2 is equal to modulus of R1 minus R2. Circles are touching internally. R1 plus 2 ആണ് touching externally. അപ്പോൾ number of common tangents 3 ആയിരിക്കും. ഇവിടെ touching internally ആണ്. C1 C2 equal to modulus of R1 minus R2 ആണ്. So touching internally and number of common tangents is again equal to 1. Again option 1. Now let's go to next question. Question 31. If the circle x square plus y square is equal to 9 touches the circle x square plus y square plus 6y plus c is equal to 0, then c is equal to, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് സിക്ക് രണ്ട് വാല്യൂ പോസിബിൾ ആണ്. കാരണം ടച്ചസ് ദ സർക്കിൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ടച്ചസ് ദ സർക്കിൾ ക്യാൻ ബി ഇൻ 2 ഡിഫറെന്റ് വേസ്. അതെങ്ങനെയൊക്കെ ആവാം? എക്സ്റ്റേണലി ടച്ച് ചെയ്യുന്നതാവും ഇന്റേണലി ടച്ച് ചെയ്യുന്നത്. നമുക്ക് രണ്ട് സെപ്പറേറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സർക്കിൾ എന്ന് പറയുന്നത് x square plus y square is equal to 9. Its center is at origin 0, 0 and radius R1 is equal to 3. And the second circle x square plus y square plus 6y plus c is equal to 0. That is again a circle. Its center C2 at 0, minus 3 minus g, minus f and radius R2 is equal to square root of g square is 0, f square 9 minus c. Any condition for touching is C1 C2. What is C1 C2? C1 C2 is equal to 0, 0 to 0 minus 3 is 3. അത് 3 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ C1 C2 is equal to R1 minus R2 R1 plus R2 അവ രണ്ട് രീതിയിലും ടച്ചിങ് പോസിബിൾ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് എക്സ്റ്റേണൽ ടച്ചിങ് നോക്കാം. എക്സ്റ്റേണൽ ടച്ചിങ് അതിൽ ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഇതിന് ഇന്റേണൽ ടച്ചിങ് ചെയ്ത് നോക്കാം. രണ്ട് ആൻസർ ഉണ്ടാവും. ചിലപ്പോൾ ഈ ജെ അഡ്വാൻസ്ഡൊക്കെ മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസർ ടൈപ്പ് ഉണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ സിംപ്ലി ടച്ചിങ് എന്നൊക്കെ പറയുമ്പോൾ രണ്ട് ടൈപ്പ് ടച്ചിങ് നമ്മൾ ചെയ്ത് നോക്കി. രണ്ട് ആൻസർ ഉണ്ടെങ്കിൽ രണ്ടും ബബിൾ ചെയ്യേണ്ടി വരും. സോ ഫസ്റ്റ് വി കൺസിഡർ ദ എക്സ്റ്റേണൽ ടച്ചിങ്. Externally ടച്ച് ചെയ്യുമ്പോൾ C1 C2 is equal to R1 plus R2 ആണ്. സോ 3 is equal to 3 plus root of 9 minus C1. ഇവിടെ 3 ഇങ്ങനെ കട്ട് ചെയ്താൽ we get 9 minus C1 is equal to 0 and C is equal to 9. ഇതൊരു ഓപ്ഷൻ ആണ്. And we can see whether there is that option. R1 plus R2. No, it is not there. അതുകൊണ്ട് നമുക്ക് ഇന്റേണൽ ടച്ചിങ് നോക്കാം. C1 C2 is equal to modulus of R1 minus R2. So 3 is equal to square root of 9 minus C1 minus 3. ഇത് ഇങ്ങോട്ടേക്ക് എടുത്താൽ we get 6 is equal to minus 3 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 6 ആവും. 6 is equal to square root of 9 minus C, not C1. This is C. ഇത് internal touching ആണ്. Internal touching. Now we can square this. So 9 minus C is equal to square of 6 is 36. ഈ മൈനസ് സി അങ്ങോട്ടേക്ക് എടുത്ത് 36 ഇങ്ങോട്ടേക്ക് എടുത്താൽ സി ഇസ് ഈക്വൽ 9 മൈനസ് 36 ഇസ് മൈനസ് ഓഫ് 27. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ടച്ചിങ്ങിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവുന്നില്ല. ഇനി എന്ന് വെച്ച് ഈ സി ഈക്വൽ 9 ഒരു റോങ് ആൻസർ അല്ല. സി ഈക്വൽ 9 ആണെങ്കിൽ അവർ എക്സ്റ്റേണലി ടച്ച് ചെയ്യും. അങ്ങനെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ടച്ചിങ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഇന്റേണൽ ടച്ചിങ് ആണ്. ടച്ചിങ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ മനസ്സിലേക്ക് ഒരു എക്സ്റ്റേണൽ ടച്ചിങ് ആണ്. അപ്പോൾ അത് മാത്രം ചെയ്ത് നോക്കി ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മളൊന്ന് മിസ്റ്റേക്ക് ആയി എന്ന് വിചാരിച്ചാൽ നമ്മൾ ആൻസർ ഇൻകംപ്ലീറ്റ് ആയിട്ട് അവിടെ നിൽക്കും. അപ്പോൾ എപ്പോഴും ടച്ചിങ് എന്ന് പറയുമ്പോൾ ഇന്റേണൽ ടച്ചിങ് എക്സ്റ്റേണൽ ടച്ചിങ്ങും ഈക്വൽ ഇമ്പോർട്ടൻസോടെ ഈക്വൽ വെയിറ്റേജോടെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക. പ്രോബ്ലം വരുന്ന സമയത്ത് രണ്ടും ഒന്ന് ചെയ്ത് നോക്കുക. ഡിപ്പെൻസ് ഓൺ ദ നേച്ചർ ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The locus of the centers of the circle which bisects the circumference of the circle. രണ്ട് സർക്കിൾസ് തന്നിട്ടുണ്ട്. അവരുടെ സർക്കംഫറൻസുകളെ ബൈസെക്ട് ചെയ്യുന്ന സെന്റേഴ്സ് ഓഫ് ദ സർക്കിൾ. അതായത് വി ഹാവ് ടു സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. അനദർ സർക്കിൾ ഇങ്ങനെയുണ്ട് വിച്ച് ബൈസെക്ട്സ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. അതായത് ഇവിടെ ഇങ്ങനെ രണ്ട് സർക്കിൾസ് നിൽക്കുകയാണെങ്കിൽ ആ രണ്ട് സർക്കിളിൻ്റെയും സർക്കംഫറൻസുകളെ ബൈസെക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും.
ആ സർക്കിളിന്റെ സെന്റേഴ്സിന്റെ ലോക്കസ് എന്താണ് എന്നതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. സോ ദർ ഇസ് എ കോമൺ കോഡ്. ഈ വലിയ സർക്കിളായിട്ട് നമുക്ക് ഒരു S=0 ഒരു വലിയൊരു ഇക്വേഷൻ ഇവിടെ കൺസിഡർ ചെയ്യാം. അത് ഇതുമായിട്ട് കോമൺ കോഡ് എടുത്താൽ ദാറ്റ് കോമൺ കോഡ് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദി സ്മോളർ സർക്കിൾ. അത് ഫസ്റ്റ് സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യും. രണ്ടാമത് നമുക്ക് വേറൊരു സർക്കിൾ എടുക്കാം. അതൊന്നും നമുക്ക് കോമൺ കോഡ് മെയിൻ സർക്കിളുമായിട്ട് കോമൺ കോഡ് എടുത്താൽ ദാറ്റ് വിൽ ബി പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ദ സെക്കൻഡ് സർക്കിൾ. ഇറ്റ്സ് സെന്റർ ഈസ് 1, -3. ഈ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ ഈ ഫസ്റ്റ് മെയിൻ സർക്കിളിന്റെ ഇക്വേഷനിൽ GFC എന്ന് പറയുന്ന 3 കോൺസ്റ്റന്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സെന്റർ അതിന്റെ -G, -F ആയിരിക്കും. അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ x=0 എന്ന് പറയുന്നത് x² + y² + 2gx + 2fy + c = 0 ആണ്. സോ വി ഗെറ്റ് g ആൻഡ് f ഇൻ ടേംസ് ഓഫ് പാരാമീറ്റേഴ്സ്. അവിടുന്ന് g f -g, -f എടുത്താൽ ആൽഫ ബീറ്റ കിട്ടും. ആൽഫ ബീറ്റന്റെ കോർഡിനേറ്റ്സ് ആണല്ലോ നമുക്ക് വേണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. So the given circle is x² + y² + 2gx + 2fy + c = 0. Now the equation of this common code is s1 - s2. അതിന് x² - y² - 4 അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ we get 2gx + 2fy + c - 4 = 0 is the first common code. This common code is the diameter of this circle. കാര്യം എന്താ പറയുന്നത്, ബിഗർ സർക്കിൾ ലാർജർ സർക്കിൾ ബൈസെക്ട്സ് ദ സർക്കംഫറൻസ്. സർക്കംഫറൻസിനെ ബൈസെക്ട് ചെയ്യണമെങ്കിൽ ഈ ഡയമീറ്റർ ഈ പറയുന്ന ഈ കോഡ് പാസ് ചെയ്യുന്ന കോഡ് സർക്കിളിനെ കട്ട് ചെയ്യുന്ന 2 പോയിന്റുകൾ എന്തായിരിക്കണം, ഡയമട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഈ സാധനം ഡയമീറ്റർ ആണ്, അത് ഡയമീറ്റർ ആണ്, സെന്ററിലൂടെ പാസ് ചെയ്യും. എന്ന് വെച്ചാൽ ഇവിടെ x=0 y=0 കൊടുത്താൽ സാറ്റിസ്ഫൈ ആണ്. സോ പുട്ട് x=y=0. അങ്ങനെ ഇവിടെ 0 കൊടുത്താൽ we get c - 4 = 0 and c = 4. അപ്പോൾ c ന്റെ വാല്യൂ കിട്ടി. c ന്റെ വാല്യൂ 4 ആണ്. സോ ദ ഇക്വേഷൻ ഓഫ് മെയിൻ സർക്കിൾ ഈസ്, നമുക്ക് c ന്റെ വാല്യൂ അവിടെ കൊടുത്തിട്ടുള്ള വേർഷൻ എന്ന് എഴുതി വെക്കാം. ദാറ്റ് ഈസ് x² + y² + 2gx + 2fy + 4 = 0 because c is now 4. Now let us consider the second circle x² + y². ഇതും നമ്മൾ ഗിവൺ സർക്കിളുമായിട്ട് നമ്മളൊന്ന് കോമൺ കോഡ് എടുത്താൽ ഇക്വേഷൻ ഓഫ് ദിസ് കോമൺ കോഡ് ഈസ് s1 - s2 again. So x² + y² കട്ടായി പോയി. So 2g + 2 × x 2f - 6 × y plus 1 - 4 is -3 = 0. കാര്യം ഇനി c ഇല്ല, c ന്റെ വാല്യൂ ഇനി മുതൽ 4 ആണ്. അപ്പോൾ അങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് ഇത് കിട്ടി. That will pass us through. That common chord is the diameter of the second circle. The center of the second circle is 1, -3. So center at 1, -3. So that 1, -3 will be satisfied by this equation. Avada kodutha satisfy cheyum. So what is that? Put x = 1 and y = -3. X ന് 1 കൊടുത്താൽ 2g + 2 -3 × 2f - 6 -3 = 0. Now let us open all the brackets. So 2g + 2 -3 × 2f is -6f. Then -3 × -6 is +18. -3 = 0. Let us combine all these terms. 2g - 6f. 2 + 18 is 20 - 3 is +17 is equal to 0. Now what is the center? Center ന്റെ locus ആണ് question. Center alpha beta is -g, -f. So alpha, beta അതാണല്ലോ നമുക്ക് വേണ്ടേ. That is equal to -g, -f. So we can say g is equal to minus of alpha and f is equal to minus of beta. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ കാണുന്ന g ക്ക് പകരം -α എന്നും f ന് പകരം -β എന്ന് കൊടുക്കുക. because center is -g, -f. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ we get -2 alpha plus 6 beta plus 17 is equal to 0. Now let us multiply by a negative to keep this 2 alpha positive. So 2 alpha minus 6 beta minus 17 is equal to 0 is the numerical property. Is numerical property of the coordinates of the point for which we are writing the locus. ആ സർക്കിളിന്റെ സെന്ററിലുള്ള ലോക്കസ് ആണ് നമ്മൾ എഴുതുന്നത്. ആ പോയിന്റ് ആൽഫ ബീറ്റ ആണെങ്കിൽ ആൽഫയും ബീറ്റയും തമ്മിലുള്ള ന്യൂമറിക്കൽ പ്രോപ്പർട്ടി ആണത്. വേർ ആൽഫ ഇസ് ദ എക്സ് കോർഡിനേറ്റ് ആൻഡ് ബീറ്റ ഇസ് ദ വൈ കോർഡിനേറ്റ്. അപ്പോൾ ആൽഫക്ക് പകരം എക്സ് എന്നും ബീറ്റക്ക് പകരം വൈ എന്നും കൊടുത്താൽ നമുക്ക് ലോക്കസ് കിട്ടും. സോ ദ റിക്വയർഡ് ലോക്കസ് ഇസ് 2x minus 6y minus 17 is equal to 0. And we can see the options. 2x minus 6y minus 17 is equal to 0 is a straight line. And equation പക്ക എന്താണെന്ന് ചോദിച്ചിട്ടില്ല, അതിന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണല്ലോ. ax plus by plus c is equal to 0 ആണ്. ആ ടൈപ്പ് ഇക്വേഷൻ വരുന്നത് സ്ട്രെയിറ്റ് ലൈൻസിനാണ്. സോ ദ ബെസ്റ്റ് ചോയ്സ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ചിലപ്പോൾ അങ്ങനെ ആവില്ല, ചിലപ്പോൾ ഇങ്ങനെ തന്നെ 2x minus 6y 2x plus 6y ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസിന്റെ തന്നെ 4 ഇക്വേഷൻസ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെ വന്നാലും നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് ടൈപ്പ് ആണെന്ന് പറയാം, ഇക്വേഷൻ അങ്ങനെ തന്നെ വേണമെങ്കിൽ അതും പറയാം. എവറിത്തിങ് ഈസ് ഓക്കെ ഹിയർ. Now let us go to question number 33.
the point from which the tangents to the circle are equal in length. Yes, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 3 സർക്കിൾസ് തന്നിട്ട് ആ 3 സർക്കിളിലേക്കും ലെങ്ത് ഓഫ് ടാൻജന്റ് ഈക്വൽ ആകുന്നു. 3 സർക്കിളിന്റെ ഇക്വേഷൻസ് ആണ് നമുക്ക് കൊടുത്തത്. 3 സർക്കിൾ വരച്ച് തന്നിട്ടില്ല, അതിന്റെ ഇക്വേഷൻസ് ആണ്. എല്ലാത്തിലേക്കും ഈക്വൽ ലെങ്ത് ഓഫ് ടാൻജന്റ് വരുന്ന ഈ പോയിന്റിനെയാണ് റാഡിക്കൽ സെന്റർ എന്ന് വിളിക്കുക. where radical center is the point of intersection of radical axes. Radical axes are obtained by the equation s1 minus s2, s2 minus s3 and s3 minus s1. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുക. എക്സ് സ്ക്വയറിന് വൈ സ്ക്വയറിന് കോഎഫിഷ്യന്റ് സെയിം ആക്കി വെച്ചിട്ട് സബ്ട്രാക്ട് ചെയ്താൽ we'll get an equation of x square y square ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ലീനിയർ ഇക്വേഷൻ ഉണ്ടാവും. that is an equation of straight line that represents the radical axis of first circle and second circle. അതുപോലെ സെക്കൻഡും തേർഡും തമ്മിൽ x square y square കോഎഫിഷ്യന്റ് സെയിം ആക്കി സബ്ട്രാക്ട് ചെയ്താൽ we get the radical axis between second and third circle. അങ്ങനെ ഏതെങ്കിലും രണ്ടെണ്ണം കണ്ടുപിടിച്ച് സോൾവ് ചെയ്താൽ മതി. മൂന്നും ഒരേ പോയിന്റ് തന്നെയാണ്. 3 റാഡിക്കൽ ആക്സിസുകൾ ഒരേ പോയിന്റ് കൂടെ പാസ് ചെയ്യും. അതിനെയാണ് റാഡിക്കൽ സെന്റർ എന്ന് വിളിക്കുന്നത്. ലളിതമായിട്ട് പറയാം, റാഡിക്കൽ സെന്റർ is a point from which radical center is defined for 3 circles, a minimum of 3 circles. മിനിമം 3 സർക്കിൾ ഉണ്ടെങ്കിൽ റാഡിക്കൽ സെന്റർ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. ദാറ്റ് ഈസ് എ പോയിന്റ് ഫ്രം വിച്ച് ദ ലെങ്ത് ഓഫ് ടാൻജൻസ് ടു ഓൾ ദ 3 സർക്കിൾസ് ആർ ഈക്വൽ. അതാണ് റാഡിക്കൽ സെന്ററിന്റെ ഡെഫിനിഷൻ. ഇനി നമുക്ക് അത് എങ്ങനെ കിട്ടും? വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് റാഡിക്കൽ ആക്സസ്. അപ്പോൾ റാഡിക്കൽ ആക്സസ് എങ്ങനെ കിട്ടുന്ന അടുത്ത ക്വസ്റ്റ്യൻ വരും. റാഡിക്കൽ ആക്സസ് നമ്മൾ എന്ത് ചെയ്താൽ മതി? s1 minus s2 by keeping in the standard form means the coefficient of x square and y square same. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് റാഡിക്കൽ ആക്സിസ് RA1, ഫസ്റ്റ് റാഡിക്കൽ ആക്സിസ് അല്ലെങ്കിൽ RA12, റാഡിക്കൽ ആക്സിസ് ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സർക്കിൾ. അപ്പോൾ ഇവിടെ നമ്മളൊരു 5 മൾട്ടിപ്ലൈ ചെയ്യണം. 5x സ്ക്വയർ 5y സ്ക്വയർ മൈനസ് 40x പ്ലസ് ഇവിടെ 5 മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് 200 is equal to 0 is the equation of first circle. മൊത്തം 5 മൾട്ടിപ്ലൈ ചെയ്തു. ആൻഡ് സെക്കൻഡ് സർക്കിൾ is 5x സ്ക്വയർ പ്ലസ് 5y സ്ക്വയർ മൈനസ് 25x plus 80 is equal to 0. ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ ഇതിങ്ങനെ അങ്ങോട്ട് ക്യാൻസൽ ആയി പോകും. സോ വി ഗെറ്റ് minus 40x minus 25x is minus 15x minus 25x. Then 200 minus 80 is 120 is equal to 0. ഇവിടെ നമുക്ക് minus 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. So we get x minus 8 into 15 ആണ് 120 is equal to 0. അഥവാ x equal to 8 is the equation of first radical axis. First radical axis അഥവാ radical axis between first and second circle RA12 is a vertical line x equal to 8. അത് കിട്ടി. അപ്പോൾ x കോർഡിനേറ്റ് 8 വരുന്ന ഏത് ഓപ്ഷൻ പിക്ക് ചെയ്യാം? 1 പിക്ക് ചെയ്യാം, 3 പിക്ക് ചെയ്യാം, 4 പിക്ക് ചെയ്യാം. കൺഫ്യൂഷൻ ഉണ്ട്. വേറെ ഒന്നിലധികം ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് തുടർന്നും ചെയ്ത് നോക്കാം. Now let us find RA31, തേർഡ് സർക്കിളിനും ഫസ്റ്റ് സർക്കിളിനും ഇടയിലുള്ള റാഡിക്കൽ സർക്കിൾ RA radical axis RA31 such that തേർഡ് സർക്കിളും ഫസ്റ്റ് സർക്കിളും കൂടി സബ്ട്രാക്ട് ചെയ്താൽ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പോയി, 8x പോയി, then 16y plus 120 is equal to 0. 16y plus 120 is equal to 0. അങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്താൽ we get y is equal to minus of 15/2. So x is 8 and y is equal to minus 1. Here solve ചെയ്യാനൊന്നുമില്ല. x കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടി, y കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടി. So radical center RC is equal to 8, minus 15/2. എന്താണ് റാഡിക്കൽ സെന്ററിന്റെ പ്രോപ്പർട്ടി? From the radical center the length of tangents to all the circles are equal. അപ്പോൾ റാഡിക്കൽ സെന്റർ എന്നോ റാഡിക്കൽ ആക്സിസ് എന്നോ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ക്വസ്റ്റ്യനിൽ തരൂല. ഈക്വൽ ലെങ്ത് ഓഫ് ടാൻജന്റ് വരുന്ന പോയിന്റ് ഏതാണ് എന്ന് ചോദിക്കും. അപ്പോൾ അത് റാഡിക്കൽ സെന്റർ ആണെന്നും അത് കിട്ടാൻ റാഡിക്കൽ ആക്സിസുകളെ തമ്മിൽ സോൾവ് ചെയ്താൽ മതിയെന്നും റാഡിക്കൽ ആക്സിസ് കിട്ടാൻ സർക്കിൾസിന്റെ ഇക്വേഷനെ തമ്മിൽ s1 minus s2, s2 minus s3 എന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി. കോഎഫിഷ്യൻസ് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ആയിട്ട് കീപ്പ് ചെയ്യുക, അഥവാ സ്റ്റാൻഡേർഡ് ഫോമിൽ കീപ്പ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി എന്ന് മാത്രം നമ്മൾ ഓർക്കേണ്ട കാര്യമുള്ളൂ. So the best choice is 8, minus 15/2. That is there in option 3. So let us go to the next question. The tangents are drawn to the circle x square plus y square is equal to 1, which is a unit circle center at origin. ഞാൻ തൽക്കാലം അവിടെ വരച്ച് വെക്കുകയാണ്. ഇതാണ് x square plus y square is equal to 1. met by the circle x square plus y square എന്ന് വെച്ചാൽ വേറൊരു സർക്കിൾ അതിനെങ്ങനെ രണ്ട് പോയിന്റുകളിൽ മീറ്റ് ചെയ്യാണ്. സോ x square plus y square minus of lambda plus 6 into x plus 8 minus 2 lambda into y minus 3. ഇതാണ് സെക്കൻഡ് സർക്കിൾ. എന്നാൽ തുടർന്ന് എന്താ പറയുന്നത്? ലാംഡ ബീങ് എ വേരിയബിൾ, ലാംഡ വേരിയബിൾ ഒരു വേരിയബിൾ സർക്കിളാണ്, ഇതിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സർക്കിളാണ്. പക്ഷെ നമ്മളൊരു സ്ഥലത്ത് വെച്ചേക്കുന്നു, രണ്ട് പോയിന്റുകളിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ദ ലോക്കസ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ടാൻജൻസ് ഈസ്, അതായത് ഇവിടെ നിന്ന് വരക്കുന്ന ടാൻജന്റുകളുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷന്റെ ലോക്കസ്. അപ്പോൾ ഈ പോയിന്റിനെ നമുക്ക് ആൽഫ ബീറ്റ എന്ന് വിളിക്കുന്നത്, മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ഈ ആൽഫ ബീറ്റയിൽ നിന്ന് നമ്മൾ t is equal to 0 കൊടുത്താൽ വി ഗെറ്റ് ദ കോഡ് ഓഫ് കോൺടാക്ട്. ആ കോഡ് ഓഫ് കോൺടാക്ട് ഇതൊരു എക്സ്റ്റേണൽ പോയിന്റ് ആണ് ആൽഫ ബീറ്റ വിത്ത് റെസ്പെക്ട് ടു ദിസ് സർക്കിൾ x square plus y square equal to 1. അപ്പോൾ അതിൽ t equal to 0 എന്ന് എഴുതിയാൽ വി ഗെറ്റ് ദ കോഡ് ഓഫ് കോൺടാക്ട്. ഈ ടാൻജന്റ് മീറ്റ് ചെയ്യുന്ന രണ്ട് പോയിന്റുകളിൽ കോഡ് ഓഫ് കോൺടാക്ട് കിട്ടും.
ആ കോഡ് ഓഫ് കോണ്ടാക്ട് തന്നെയാണ് ഈ രണ്ട് സർക്കിൾസിന്റെ കോമൺ കോഡ്. സോ കോമൺ കോഡ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി കോഡ് ഓഫ് കോണ്ടാക്ട്. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ കോമൺ കോഡ് കിട്ടാനുള്ള ഇക്വേഷൻ S1 മൈനസ് S2 ആണ് ഇസ് ദ കോമൺ കോഡ്. CC കോമൺ കോഡ് എന്നുള്ള അർത്ഥത്തിലാണ് വെറുതെ CC എന്ന് എഴുതിയെന്നുള്ളൂ. ദെൻ C1 മൈനസ് C2 നമ്മൾ ഫസ്റ്റ് സർക്കിളിൽ നിന്ന് സെക്കൻഡ് സർക്കിൾ സബ്ട്രാക്ട് ചെയ്താൽ വി ഗെറ്റ് ലാംഡ പ്ലസ് 6 ഇൻറ്റു എക്സ് പ്ലസ് 2 ലാംഡ മൈനസ് 8 ഇൻറ്റു വൈ. ദെൻ ഫസ്റ്റ് സർക്കിളിൽ -1 ഉണ്ട്, -1 is plus 2 is equal to 0 is the common code. Now what is the code of contact at alpha beta? Alpha beta ile code of contact ഇവിടെ കൊടുത്താൽ alpha x ഇത് കോഡ് ഓഫ് കോണ്ടാക്ട്, അത് രണ്ടും സെയിം ലൈൻ ആണെന്നുള്ളതാണ് നമ്മൾ ഐഡിയ. അപ്പോൾ ഇത് കോഡ് ഓഫ് കോണ്ടാക്ട് ആൻഡ് കോഡ് ഓഫ് കോണ്ടാക്ട് ഈസ് ഈക്വലന്റ് ടു ദ കോമൺ കോഡ് എന്നൊക്കെ പറയുന്നതിന് പകരം വളരെ വിചിത്രമായിട്ട് വളച്ചൊടിച്ച് പറയുകയാണ് ദ ടാൻജൻസ് ആർ ഡ്രോൺ ടു ദ സർക്കിൾ അറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദീസ് ടു സർക്കിൾ. എന്ന് വെച്ചാൽ ഈ രണ്ട് സർക്കിളുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ രണ്ട് പോയിന്റിലാണ് എന്തുള്ളത്, ടാൻജൻസ് ഡ്രോ ചെയ്യുന്നത്. ആ ടാൻജൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഈ പോയിന്റിൽ നിന്ന് അങ്ങോട്ട് രണ്ട് ടാൻജന്റ് വരയ്ക്കുമ്പോൾ ഇവിടെ കോഡ് ഓഫ് കോണ്ടാക്ട് വരും. ദാറ്റ് കോഡ് ഓഫ് കോണ്ടാക്ട് ഈസ് ദ കോമൺ കോഡ് ഓൾസോ. അതാണ് ഐഡിയ. സോ ആൽഫ എക്സ് പ്ലസ് ബീറ്റ വൈ -1 is equal to 0. Now these two lines are the same. ഇത് രണ്ടും ഒരേ ലൈനാണ്. രണ്ട് ലൈൻസ് കോയിൻസിഡന്റ് ആണ് അല്ലെങ്കിൽ സെയിം ലൈൻ ആണെങ്കിൽ their coefficients will be proportional. Means lambda plus 6 by alpha is equal to 2 lambda minus 8 by beta is equal to 2 by -1, that is minus of 2. ഇനി ഇവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ we get -2 alpha is equal to lambda plus 6. ഈ -2 ഡിവൈഡ് ചെയ്താൽ we get alpha is equal to, അല്ലെങ്കിൽ ലാംഡ കണ്ടുപിടിച്ചാൽ മതി, അതായത് കുറച്ചും കൂടെ നല്ലത്. ലാംഡ is equal to -2 alpha -6, -2 alpha plus 6 ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ -6. And we can equate here also. -2 alpha is equal to lambda plus 6 and lambda is equal to -2 alpha minus 6. Then here 2 lambda minus 8 by beta is equal to minus of 2. So -2 beta is equal to 2 lambda minus 8. അവിടുന്ന് മൊത്തത്തിൽ നമുക്കൊരു 2 കട്ട് ചെയ്ത് കളയാം. So minus of beta is equal to lambda minus 4. 2 കട്ട് ചെയ്തു. Now lambda is equal to minus beta plus 4. Now here is lambda, here is also lambda. അപ്പോൾ lambda LHS തമ്മിൽ ഈക്വൽ ആണ്, RHS തമ്മിൽ ഈക്വൽ ആവണം. അപ്പോൾ അതിൽ ആൽഫയും ബീറ്റയും തമ്മിൽ ന്യൂമറിക്കൽ പ്രോപ്പർട്ടി കിട്ടും. ആൽഫയ്ക്ക് പകരം x എന്നും ബീറ്റയ്ക്ക് പകരം y എന്ന് വെച്ചാൽ ലോക്കസ് ആയി. So -2 alpha minus 6 is equal to minus beta plus 4. Let us take all these to the RHS. So we get 2 alpha minus beta, -6 അങ്ങോട്ടേക്ക് വന്നു plus 6 ആവും. So we get plus 10 is equal to 0. This is the numerical connection അല്ലെങ്കിൽ numerical property. അതിൽ നിന്ന് നമ്മൾ ലോക്കസ് കിട്ടാൻ we put alpha is equal to x and beta is equal to y. So 2x minus y plus 10 is equal to 0 is the required locus. 2x minus y plus 10 is equal to 0. 2x minus y plus 10 is equal to 0 is there in option number 1. Okay, now let us go to next question. Question number 35. The equation of the circle cutting orthogonally the circles x square plus y square minus 2x plus 3y is equal to 7 is equal to 0. അങ്ങനെ 3 സർക്കിൾസ് തന്നിട്ടുണ്ട്. ആ 3 സർക്കിൾസിനെയും ഓർത്തോഗണലി കട്ട് ചെയ്യണം. അങ്ങനെ ഓർത്തോഗണലായിട്ട് കട്ട് ചെയ്യുന്ന ഒരു സർക്കിൾ നമുക്ക് x square plus y square plus 2gx plus 2fy plus c is equal to 0. ഈ സർക്കിൾ ഇതൊരു ജനറൽ സർക്കിൾ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ദിസ് സർക്കിൾ കട്ട്സ് all the 3 circles orthogonally. ബാക്കി 3 സർക്കിൾസിനെയും ഓർത്തോഗണൽ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഓർത്തോഗണലി കട്ട് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 2g1 g2 plus 2f1 f2 is equal to c1 plus c2 ആണ്. അപ്പോൾ ഫസ്റ്റ് സർക്കിളിന് ഓർത്തോഗണലി കട്ട് ചെയ്യുന്ന പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ 2g1 g2 അപ്പോൾ -2 into g plus 2f1 f2 is 3f is equal to c1 plus c2. ഇവിടെ c minus 7, അവിടെ c എന്ന് പറഞ്ഞാൽ അപ്പോൾ that is equal to c minus 7 എന്ന് വെച്ചാൽ -2g plus 3f minus c is equal to minus of 7. That is equation number 1. ഇതുപോലെ സെക്കൻഡ് സർക്കിളിന് ഓർത്തോഗണലി കട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് gf cയിൽ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും. അങ്ങനെ 3 വേരിയബിൾ 3 ഇക്വേഷൻ സിസ്റ്റം കിട്ടും. അതിനെ ക്രാമേഴ്സ് റൂൾ മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുക. ജിയും എഫും സി ഒക്കെ കിട്ടിയാൽ ഇവിടെ തന്നെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഒന്ന് വർക്കൗട്ട് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. കാരണം ഞാൻ ചെയ്ത് തരുന്നതിൽ അർത്ഥമില്ല. കാരണം അതിൻ്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടീഷൻ ഫോർ ഓർത്തോഗണാലിറ്റി മറക്കണ്ട. 2g1 g2 plus 2f1 f2 is equal to c1 plus c2. അത് കൊടുക്കുക മാത്രമാണ് നമ്മളിവിടെ ചെയ്തത്. അങ്ങനെ എല്ലാ സർക്കിൾസിലും 3 സർക്കിൾസിലും ഈ സർക്കിളിനെ 3 സർക്കിളായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ GFC ഉള്ള 3 ഇക്വേഷൻ സോൾവ് ചെയ്യുക. മെട്രിക്സ് മെത്തേഡ് അല്ലെങ്കിൽ ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ച് സോൾവ് ചെയ്യുക. ആ കിട്ടിയ വാല്യൂസ് ഇവിടെ തിരിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഒരു സർക്കിൾ ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഇസ് ദ ആൻസർ. Now let us go to the last question in this segment. AB is the diameter of a circle. CD is the chord parallel to AB and 2CD is equal to AB. എന്ന് വെച്ചാൽ AB എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്. അതിൻ്റെ പകുതി ലെങ്ത് ഉള്ള ഒരാളാണ് CD. അതിന് പാരലൽ ആണ്, ഇതിന് ഡബിൾ ലെങ്ത്തും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. കാരണം ഇത് റേഡിയസ് ആണ്,
ഇത് ഡയമീറ്ററിൻ്റെ പകുതിയല്ല. അപ്പോൾ ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. ഇതാണ് മൊത്തം 2r. ഈ മൊത്തം ലെങ്ത് ആണ് 2r. യു ക്യാൻ സീ ദാറ്റ് ഹിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ 6, ഇവിടെ 6, ഇവിടെ 6. അപ്പോൾ താഴെ 2r പാരലൽ ടു AB and 2CD is equal to AB. Then tangent at B meets the line AC. Tangent at B. അപ്പോൾ ഇതാണ് AB. Tangent at B meets the line AC. ഇവിടെ ഒരു ലൈനാണ് AC എന്ന് പറയുന്ന ലൈൻ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ എ ബിയിലുള്ള ടാൻജൻറ്റ് അറ്റ് ബി ഇങ്ങനെ പോയിട്ട് അവിടെ മീറ്റ് ചെയ്യുന്നു. Tangent at B meets the line AC, produced at E, then AE is equal to ഈ AE എന്ന് പറയുന്ന ലെങ്ത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. AC എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് റേഡിയസ്, ഇതും റേഡിയസ്. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി. ദിസ് ആംഗിൾ ഈസ് 60 ഡിഗ്രി. ഇതൊരു ഇക്വലേറ്ററൽ ട്രയാംഗിൾ ആണ്. അപ്പോൾ ഇവിടെ 60 ഡിഗ്രിയാണ്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 90 ഡിഗ്രി. ആൻഡ് ദിസ് ഇസ് 2r. ഇത് 60 ഡിഗ്രിയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇത് 2r ആണ്, ഇവിടെ 60 ഡിഗ്രി. ഇത് റൈറ്റ് ട്രയാംഗിൾ ആണ്. സോ എന്താണ് ചോദ്യം? AE ആണ് ക്വസ്റ്റ്യൻ. സോ AE ഈസ് ഈക്വൽ ടു, ഇത് അഡ്ജസൻറ്റ് സൈഡിൽ നിന്ന് ഹൈപ്പോട്ടന്യൂസ് കിട്ടണം എന്നുണ്ടെങ്കിൽ കൊസീക്ക് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 2r എന്ന് വെച്ചാൽ AB തന്നെ. AB adjacent side and hypotenuse return cosec theta la sec theta, sec of 60 degree. This is adjacent side and this is hypotenuse. Sec of 60 degree, and we know that sec 60 degree is 2. So 2AB is the answer. We can see 2AB in option 4. Now circles very വലിയ ബന്ധമൊന്നുമില്ല. അതൊക്കെ ഒരു ബേസിക് ട്രിഗണോമെട്രിക് പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാംഗിൾസ്, ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ് ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഡയമീറ്റർ ആണ്. ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എപ്പോഴും ടാൻജൻറ്റ് അറ്റ് ബി എന്നാണ്. അപ്പോൾ റേഡിയസ് ആൻഡ് ടാൻജൻസ് ആർ ഓൾവേസ് നോർമൽ. ടാൻജൻറ്റ് ആൻഡ് നോർമൽ. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നോർമൽ തന്നെയാണ്. ആർക്ക് നോർമൽ? ടാൻജൻറ്റിന് നോർമൽ. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി. ഇത് പിന്നെ ഇക്വലേറ്ററൽ ട്രയാംഗിൾ. ഇവിടെ 6 വരും, ഇത് റേഡിയസ് ആണ്. ഇതും 6 വരും, അത് റേഡിയസ് ആണ്. അപ്പോൾ ഇതും 6 തന്നെ. അപ്പോൾ ഇതിവിടെ ആംഗിൾ 60 ഡിഗ്രി ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊരു 60 ഡിഗ്രി ആംഗിൾ വരുന്ന വലിയ റൈറ്റ് ട്രയാംഗിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് AE. AE is equal to adjacent side into sec of 60 degree, and we know that sec 60 degree is 2. Adjacent side AB, അപ്പോൾ AB into sec 60 degree 2 വന്നാൽ 2AB. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ഇനി നമുക്ക് കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ അടുത്ത സെക്ഷനായിട്ടുള്ള പരാബോളയാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. പരാബോള അതിലുള്ള A to Z കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. NCERT ലെവൽ, ഹയർ ലെവൽ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുക. അതിനകത്തുള്ള ഇതുപോലെ 10-30 ക്വസ്റ്റ്യൻസ് ചെയ്യുക. അങ്ങനെ ഓരോരോ കോണിക്സ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സർക്കിൾസ്. നന്നായിട്ട് പഠിച്ചോളൂ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഇപ്പോൾ ചെയ്തതിൽ തന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഫാസ്റ്റ് ആയിട്ടൊക്കെ ചെയ്ത് പോയിട്ടുണ്ട്. ചിലത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർസ്റ്റുഡ് ആണെന്നുള്ള നിലക്കൊക്കെ പലതും സ്കിപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതൊന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ കോൺഫിഡൻസ് പോയി പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് കോൺടാക്ട് മീ. വി ക്യാൻ try to help you. Okay, thank you.